പ്രവേശനോത്സവത്തിലെ മിഠായി വിതരണ വിവാദത്തിൽ വിശദീകരണവുമായി വി മുരളീധരൻ MLA. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ കിട്ടുന്നതോടുകൂടി തീരും. വി മുരളീധരൻ പരസ്യമായി മാപ്പ് പറയണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. പരിപാടി വേഗം പൂർത്തിയാക്കാനാണ് ആ രീതിയിൽ വിതരണം ചെയ്തെന്നാണ് ഫേസ്ബുക്കിലൂടെയുള്ള വിശദീകരണം. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. കയ്യിൽ മിഠായി നൽകാതെ മേശപ്പുറത്തിട്ട് കൊടുത്തതാണ് വിമർശനത്തിന് വഴിവെച്ചത്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മിഠായി വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് നൽകാതെ മേശപ്പുറത്ത് തട്ടിയിട്ട് കൊടുക്കുകയായിരുന്നു പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്ന വി മുരളീധരൻ. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി വി മുരളീധരൻ MLA രംഗത്തെത്തി. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. നീ ഒന്നും പണയണ്ട. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. പരിപാടി വേഗം പൂർത്തിയാക്കാനാണ് ആ രീതിയിൽ വിതരണം ചെയ്തതെന്നാണ് ഫേസ്ബുക്കിലൂടെയുള്ള MLAയുടെ വിശദീകരണം. എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. വി മുരളീധരൻ കുട്ടികളോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്തോ എങ്ങനെ വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. വേണമെങ്കിൽ എടുത്ത് കഴിക്കടാ എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജോടുകൂടി മുട്ടായി വാരി വിതറുന്ന സീനാണ് നമ്മൾ കണ്ടത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. കുട്ടികളെ അടുത്ത് പോയി തനിക്ക് തെറ്റുപറ്റിയെന്ന് മാപ്പ് കുട്ടികളോട് പറയണം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. മുട്ടായി വാങ്ങിക്കൊണ്ട് കുട്ടികളുടെ കയ്യിൽ വാത്സല്യപൂർവ്വം കൊടുക്കുകയും ചെയ്യണം. അതാണ് ഒരു അന്തസ്. അന്തസ് വേണോടാ, അന്തസ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.